ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ ശബരിമലയിലേക്ക് നടത്തിയ യാത്രകൾ, പന്തളത്തേക്ക് നടത്തിയ യാത്രകൾ, പത്തനംതിട്ടയിലെ ഞങ്ങൾ നടത്തിയ സംഗമം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ വലിയ പ്രതിഷേധ മാർച്ച്, അതിനിടയിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അവരെല്ലാം നടത്തിയ വിവിധങ്ങളായിട്ടുള്ള സമരപരിപാടികൾ, ജനകീയമായിട്ട് ആ വിഷയത്തെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അവതരിപ്പിച്ചു. അതിൻ്റെ എല്ലാ ഫലമാണ്. അതുപോലെ തന്നെ BJPയും CPMഉം രണ്ടു കൂട്ടരുടെയും കയ്യിലുണ്ടായിരുന്ന നിരവധിയായ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 2020 റിസൾട്ട് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ 200-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് UDFനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കൃത്യമായ കണക്കുണ്ട്. 200-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ അവർക്കായിരുന്നു ഭൂരിപക്ഷം. ബ്ലോക്ക് പഞ്ചായത്തുകൾ 60 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവർക്കായിരുന്നു ഭൂരിപക്ഷം. കോർപ്പറേഷൻ നമുക്കറിയാം, കണ്ണൂർ ഒഴിച്ച് എല്ലാ കോർപ്പറേഷനിലും LDF ആയിരുന്നു ഭരണം. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്തും വയനാട്ടിൽ നറുക്കെടുപ്പിലും എറണാകുളത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്തും LDFനായിരുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത എല്ലാ തദ്ദേശ സംവിധാനങ്ങളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ നേടി, ജില്ലാ പഞ്ചായത്തുകളിൽ നേടി, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടി, മുനിസിപ്പാലിറ്റികളിൽ നേടി, ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ജനകീയമായ അതിശക്തമായ വിലയിരുത്തലാണ്, വിധിയെഴുത്താണ്. സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ വളരെ തുറന്നു കാട്ടപ്പെട്ട